ശ്രീ കുമ്മനം രാജശേഖരൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. ശ്രീ കുമ്മനം രാജശേഖരൻ, തൃശൂർ പൂരത്തിലുണ്ടായ പ്രതിസന്ധി താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പ്രദക്ഷിണ വഴിയിൽ പോലീസുകാർ ഇങ്ങനെ പാദരക്ഷകൾ ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി നമ്മൾ കാണേണ്ടി വരികയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു പൊതുവിലെ ഈ സാഹചര്യത്തെ? അല്ല, ഏതൊരു ക്ഷേത്രത്തിനും ക്ഷേത്രത്തിന്റെ മര്യാദകളുണ്ട്. അതെ, അത് അനുഷ്ഠിക്കാൻ ആരായിരുന്നാൽ, അതിപ്പം ഏത് ഉന്നത നിലയിലുള്ള ആൾക്കാരായിരുന്നാലും അതനുസരിച്ചേ പറ്റും. കാരണം ഓരോ ആചാരാനുഷ്ഠാനങ്ങളുണ്ടായതിനും പിന്നിലൊരു ശാസ്ത്രമുണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള മര്യാദകളുണ്ട്. അത് പോലീസായിരുന്നാലും പട്ടാളമായിരുന്നാലും ആരാണേലും അത് ചെയ്യാറുണ്ട്. അത് ശബരിമലയിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അവിടെ അതൊക്കെ പാലിച്ചുകൊണ്ടാണ് അവിടുത്തെ പല CRPF ആയിരുന്നാലും പോലീസിന്റെ ആയിരുന്നാലും ആൾക്കാരൊക്കെ അത് അനുസരിച്ചാണ് ചെയ്യാറ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നമുക്ക് ആ യുവതീ പ്രവേശന സമയത്ത് ഒരുതരം വൈരാഗ്യ ബുദ്ധിയോടെയാണല്ലോ ഭക്തരോട് പോലീസും പെരുമാറിയത്. ആ സമയത്ത് ലാത്തിയും ഒപ്പം തന്നെ ബൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് അവർ അങ്ങനെ ആചാരലംഘനം നടത്തിയ ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇപ്പോഴും. അതെ, അല്ല, നമുക്ക് അത് ഒരു പ്രത്യേകമായ ഒരു അവസരത്തിൽ അറിഞ്ഞുകൂടായിരുന്നത് കൊണ്ട് ചെയ്യുന്നതും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സമരകാലത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ധിക്കരിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇതും. ഇത് ഒരു ക്ഷേത്രത്തിന്റെ ആചാരമര്യാദ എന്താണെന്ന് അറിയാൻ പാടില്ലാതെ അവിടെ കയറി എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യും. അതൊരു ധിക്കാരമാണ്. ലംഘിക്കുന്നത് ഒരു മറ്റുള്ള ഭക്തജനങ്ങളുടെ വികാരങ്ങളെയോ വിശ്വാസത്തെയോ അവരുടെ ചിന്തകളെയോ ഒന്നും വകവെക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് തങ്ങൾ ഇത് ചെയ്യും എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ പ്രവണത മാത്രമല്ല, അത് മതസ്വാതന്ത്ര്യത്തിന്റെയും മതപരമായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ്, ധ്വംസനമാണ്, അതൊരു വെല്ലുവിളിയാണ്. ഈ ഒരു വിഷയത്തിൽ നിയമ നടപടിയുമായി ഭക്തർ മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, ശ്രീ RV ബാബു വളരെ പ്രസക്തമായൊരു ചോദ്യം നേരത്തെ ചോദിക്കുകയുണ്ടായി. ഇത്തരത്തിൽ തങ്ങളുടെ അവകാശങ്ങൾ, തങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ എല്ലാ തവണയും ഹിന്ദു സമൂഹം ഇങ്ങനെ കോടതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ, അത് ശരിയാണോ എന്നുള്ളതാണ്. അല്ല, അത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നീതി ലഭിക്കണമെങ്കിൽ സർക്കാരിൽ നിന്നും ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്നും സാധ്യമല്ല. കാരണം അവിടെ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടാണ്, ഏകാധിപത്യമായതുകൊണ്ടാണ്. സ്വന്തം ഇഷ്ടമനുസരിച്ച് ഭരിക്കുകയാണ്. സ്വന്തം ഇഷ്ടമനുസരിച്ച് ഭരിക്കുമ്പോൾ അവർക്ക് വിശ്വാസമില്ല, ക്ഷേത്രത്തിൽ വിശ്വാസമില്ലെങ്കിൽ ആരും വിശ്വസിക്കണ്ട എന്നുള്ളതാണ്. അവരെ പോലെ എല്ലാവരും ആയിക്കൊള്ളണമെന്നാണ്. അതുകൊണ്ടാണ് നീതി തേടി എല്ലാവരും ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. കോടതിയിൽ നിന്ന് കിട്ടുന്ന നീതി അല്ലാതെ മറ്റൊന്നും ഇവിടെ കിട്ടാനില്ല എന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ, ഒറ്റ കാര്യം കൂടി. കാരണം താങ്കൾ വ്യക്തിപരമായി എത്രയോ സമാധാനപരമായ പ്രകൃതിക്ക് വേണ്ടി മാത്രമല്ല ആചാര സംരക്ഷണത്തിനൊക്കെ വേണ്ടി സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു സർക്കാർ ഇത് 2ാം ടേം ഇങ്ങനെ കയറിയ ആ ഒരു സമയത്ത് സമാധാനപരമായ സമരം നടത്തുന്നതിനും ഒരു വിലയില്ലാതായിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെയും കയ്യൂക്കുകൊണ്ടോ അല്ലെങ്കിൽ അധികാരം കൊണ്ടോ ഒക്കെ നേരിടുന്ന ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ കേരളത്തിലുള്ളത്? അതാണ് ഈ ഏകാധിപത്യ ഫാസിസ്റ്റ് സർക്കാരിന് എപ്പോഴും ഏത് തരത്തിൽ അവരോട് സമരം ചെയ്താലും അതിനെ അടിച്ചമർത്തും. സമാധാനപരമായിട്ട് സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചാൽ പോലും അതും ധിക്കരിക്കുകയാണ്. പല കോടതി വിധികളും അനുസരിക്കുന്നില്ലല്ലോ. അപ്പൊ ഏകാധിപത്യ ഒരു ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് മതസ്വാതന്ത്ര്യമില്ല, പൗരസ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, ഒരു സ്വാതന്ത്ര്യമില്ല. എല്ലാം ധ്വംസിക്കപ്പെടുകയാണ്. ഇത് ജനസമൂഹം ഇത് മനസ്സിലാക്കണം. അവർക്ക് കിട്ടുന്ന ഈ ഏറ്റവും വിലയേറിയ ഒരവസരമാണ് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത്. അവരവരുടെ ആയുധം ഉപയോഗിക്കണം. വോട്ടെന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ച് ഇങ്ങനെയുള്ള സർക്കാരുകളെ പുറത്താക്കിക്കൊണ്ട് തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കുക മാത്രമാണ് ഇതിനൊരു പതിവ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ. ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരണം നടത്തിയത്, ഒരു അവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് താങ്കൾ പ്രതികരണം നടത്തിയത്. വളരെയധികം നന്ദി ഒരിക്കൽ കൂടി.